അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം വീഡിയോ കാണുന്നവരൊക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കണം. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോസ് കിട്ടും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് മാവേലിയിൽ നിന്നൊക്കെ സാധനം കിട്ടിയിട്ട് കുറേ അയക്കണം കേട്ടോ. കുറേ വന്ന മാസങ്ങളോളം അയക്കണം. അപ്പോൾ പീടിയിൽ നിന്നൊക്കെ അപ്പോൾ ഇത് മാങ്ങാൻ കിട്ടും. പക്ഷേ എങ്കിൽ വിലച്ച് കാണും മാങ്ങും വേണം. അപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ കൊണ്ടുവരലുള്ളൂ. ഇനി അപ്പോൾ ഇതാക്കണേ, ഇന്നലെ മാവേലിയിൽ നിന്ന് പോയിട്ട് ഞാൻ കുറച്ച് ഉഴുന്നും പിന്നെ മമ്പയറും ചെറുപയറും കടലയും കൊടുന്നിക്കണം കേട്ടോ. അപ്പോൾ കടല കണ്ടപ്പോൾ നമ്മളെ സാനുക്കൂട്ടനെ പറഞ്ഞേ, ഉമ്മച്ചി നമുക്ക് നാളെ പുട്ടും കടലയാക്കാറുണ്ട് കേട്ടോ. പുട്ടും കടലയായ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബാങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി പറയാം. ബാങ്ക് കൊടുത്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മൾ വർത്താനം പറയാതല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം നിർത്തി വെച്ചതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാക്കണേ, ചായക്ക് വെള്ളമൊക്കെ വെച്ചു. പിന്നെ അടുപ്പത്തെ വെണ്ണൂറൊക്കെ ഒന്ന് വാരിയെടുക്കാണ് കേട്ടോ. അപ്പം കുറേ ദിവസമായിക്കണം കേട്ടോ പുട്ടും കടലയും ഉണ്ടാക്കിയിട്ട്. അല്ലെങ്കിൽ കേങ്ങ് കറി കഴിക്കാരം, എന്നാൾ പപ്പടം പൊരിച്ചു, അല്ലെങ്കിൽ പഴം കഴിക്കാരം. അപ്പം ഇങ്ങനെ കടല വെച്ചിട്ട് കുറേ അയക്കണം. അപ്പോൾ സനുവിന് ഭയങ്കര തൃപ്തിയാണ് പുട്ടും കടലയിട്ടാണ്. അപ്പം ഇനി പുട്ട് ഇപ്പോൾ കുറച്ച് ബാക്കി ഉണ്ടെങ്കിലും മദ്രസ വിട്ടുന്നിട്ടും തിന്നും. പിന്നെ 4 മണിക്കൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അപ്പോഴും ചായക്കൊക്കെ കൂട്ടും കേട്ടോ. ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാകണം എന്നെങ്കിലേ തിന്നുള്ളൂ, അല്ലെങ്കിൽ തിന്നൊന്നുമില്ല. ഞാൻ കുറച്ച് ചാക്കേരി ഞാൻ വെള്ളത്തിലിട്ട് കാണും പൊതിർത്തീനി കേട്ടോ. അത് തലേന്ന് ഇട്ടെങ്കിൽ പൊടിയുള്ളൂ കേട്ടോ. അപ്പോൾ അതേമാതിരി തന്നെ നമ്മൾ കടലയും തലേന്ന് തന്നെ വെള്ളത്തിലിട്ടേക്കും. അന്ന് കടലയും മമ്പയറും ചെറുപയറൊക്കെ തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് വെച്ചാൽ പിറ്റേന്നൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ എത്ര കുക്കറിലിട്ടാണെങ്കിലും നല്ലോണം കല്ലിച്ചു കൊണ്ടേക്കാരപ്പം ഞങ്ങളൊക്കെ ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നും തലേന്ന് ഇട്ട് വെക്കലാണ് കേട്ടോ. അങ്ങനത്തെ ഒക്കെ ഉണ്ട് വെച്ചെങ്കിൽ. അപ്പോൾ നമ്മളിന്ന് പുട്ട് ചൂടുന്നത് നമ്മൾ അരി പൊടിച്ചു തുടങ്ങിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇനി. അപ്പം ഇന്ന് നമ്മൾ ആദ്യമായിട്ട് പുട്ടാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇരുന്നായി പൊടിയാണ് എടുക്കുന്നത്. പിന്നെ നായി അരി ഉണ്ട് കേട്ടോ. അപ്പോൾ അരി പൊടിച്ചത് എന്തിനാന്ന് വെച്ചാൽ കുറച്ച് തരി ഉണ്ടായി കിട്ടിയാൽ ഒന്നുകൂടി നന്നാവുമല്ലോ. ചിലപ്പം ഇങ്ങനത്തെ പൊടി മാത്രമാകുമ്പോൾ ചിലപ്പം കട്ട കുത്തിക്കൊണ്ടേക്കാരം. അത് എഴുതിയിട്ടാണ് ഞാൻ കുറച്ച് ചാക്കിരി കൂടി പൊടിച്ച് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഒക്കെ പാടിട്ട് കണ്ട് പൊടിച്ചാൽ നോക്കിയപ്പോൾ നമ്മളെ മിക്സി അനങ്ങണന്നല്ല കേട്ടോ, ഒരൊച്ച. അപ്പം ഞാനിങ്ങനെ കുറച്ചിട്ട് കണ്ട് പൊടിച്ചെടുത്തേക്കാണ്. അപ്പോൾ വലിയ ജാറ് നാശമായിക്കണേ. അപ്പോൾ അത് നന്നാക്കാൻ കൊടുത്തും ചെയ്തേക്കണേ. പിന്നെ അതിൽ ഇങ്ങനെ പൊടിച്ചാലും ഈ ജാറ് വേഗം നാശമാകും. അങ്ങനത്തെ പൊടിച്ചാനൊന്നും പറ്റൂല. ഇങ്ങനെ നമ്മളെ ചതച്ചെടുക്കാനും അരക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പം കുടുങ്ങിയ നേരത്തായതുകൊണ്ട് അവിടെ പൊടിച്ചെടുത്തു എന്നുള്ളൂ. പിന്നെ ഞാൻ ഉപ്പും വെള്ളമൊക്കെ പാർന്നിട്ട് നമ്മളെ പൊടിയൊന്ന് കുഴച്ചെടുക്കാണ് കേട്ടോ. അപ്പം ഇങ്ങനത്തെ തരി ഉണ്ടായതുകൊണ്ട് തന്നെ പുട്ടും പൊടിക്ക് നല്ലൊരു സോഫ്റ്റും ഉണ്ടായിനി. പിന്നെ തരിയൊന്നും കട്ട കുത്താതെയൊക്കെ കിട്ടിയിങ്ങനെ കേട്ടോ. പിന്നെ നമ്മൾ ചായക്ക് വെള്ളം വെച്ചിനല്ലോ, അതൊക്കെ തിളച്ച് വന്നിട്ട് പിന്നെ ഞാൻ പൊടിയും പഞ്ചാരയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തേങ്ങ കുറവാണല്ലോ. അപ്പോൾ ആ പൊടിയൊക്കെ നല്ല ഉസാറായിട്ട് വന്നിക്കണേ. അപ്പോൾ നമുക്ക് മൂത്തച്ഛൻ്റെ അവിടെ നിന്ന് 4-5 തേങ്ങ വന്നിക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കൈനീട്ടം കിട്ടീനത് നമ്മളെ നാത്തൂന്താത്ത എണ്ണിട്ടോ തന്നീനത് 8-10 തേങ്ങ തന്നീനി. അത് കഴിഞ്ഞപ്പോൾ കുടിയിൽ നിന്നും തന്നെ തേങ്ങ കിട്ടി. അപ്പോൾ അത് ഖജാനായപ്പോഴാണ് നമ്മൾ അയലൊക്കത്തെ പെരയിൽ നിന്ന് ഒരു 3-4 തേങ്ങ ആദ്യം തന്നു. അത് ഖജാനായപ്പോഴാണ് നമുക്ക് നമ്മളെ മൂത്തച്ഛൻ്റെ അവിടെ നിന്ന് 4-5 തേങ്ങ കിട്ടിട്ടോ. അപ്പോൾ തേങ്ങൻ്റെ വെള്ളമൊക്കെ ഇപ്പം ഞാൻ കുടിച്ചിക്കണം. അല്ലെങ്കിൽ തേങ്ങ പൊട്ടിച്ച് ഒച്ച കേട്ടാ മക്കൾ വണ്ടിയിൽ ഇച്ച് ഇറങ്ങണം. അപ്പോൾ രണ്ടാക്കുമ്പാടെ കൊടുക്കലാണ്. അപ്പോൾ ഇന്ന് ഏതായാലും തേങ്ങ പൊട്ടിച്ചിന് ഒച്ചിട്ടിക്കാണ്ട് വരാനും ഓലൊന്നും നീച്ചിട്ടില്ല. അതുകൊണ്ട് ആ തേങ്ങ വെള്ളം ഞാനവിടെ കുടിച്ചു കേട്ടോ. അപ്പോൾ തേങ്ങ പൊട്ടിച്ചാൽ കച്ചറയാണ് വെള്ളത്തിന്. അപ്പോൾ ഞാൻ മക്കളുണ്ടാക്കും അങ്ങോട്ട് പൗതി ആക്കി കൊടുക്കലാണ്. ചിലപ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇല്ലിനോട് ഓണം പോലെ പറഞ്ഞാൽ മതി, രണ്ടാക്കുമ്പാടാണ് കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ നമ്മളെ തിജ്ജൊക്കെ കത്തിച്ചിക്കണ്. അപ്പോൾ പുട്ട് ഞാനിന്ന് അടുപ്പത്ത് തന്നെയാണ് കേട്ടോ വെക്കണത്. അപ്പോൾ ഞാൻ ചോറും വെക്കണമല്ലോ. അപ്പം ഇനി അത് എഴുതിക്കാണ്ട് വേഗം ചോറും വെക്കണം. അപ്പോൾ ഇന്നലെ ഞാൻ നാത്തൂൻ താത്താൻ്റെ അപ്പം ബാങ്കൊക്കെ പോയി. ഇനി നമുക്ക് ആസ്പത്രിക്കാണ് കേട്ടോ പോകേണ്ടത്. അപ്പോൾ തേങ്ങ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തേങ്ങ ഇട്ട് കൊടുത്ത് പിന്നെ പൊടി ഇട്ട് കൊടുത്ത് പിന്നെ തേങ്ങ ഇട്ട് കൊടുത്ത് അങ്ങനെയാണല്ലോ പുട്ട് ചൂടുക. പക്ഷേ എങ്കിൽ ഞാൻ തേങ്ങ ഇല്ലാത്തപ്പോൾ ഞാൻ എന്താ കാട്ടലെന്ന് പറയാം, വെറും അടിയിൽ മാത്രം തേങ്ങ ഇട്ട് കൊടുക്കും. എന്നിട്ട് പിന്നെ ഞാൻ ബാക്കിയൊക്കെ പുട്ടിട്ട് കണ്ട് പുട്ടിൻ്റെ പൊടി ഇട്ട് കണ്ട് ഞാൻ നറുക്കലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് തേങ്ങ ഉണ്ടായതുകൊണ്ട് അതേമാതിരി തന്നെ അങ്ങോട്ട് ചുട്ടിട്ട് കേട്ടോ.
അപ്പം അങ്ങനെ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ കുട്ടി എന്താ വലിയ കുട്ടീനെയും കൊണ്ടാണ് ഇന്നിപ്പോൾ ഞാൻ ആസ്പത്രിക്ക് പോണത്. അവന് ഭയങ്കര കൊരയാണ്. ഇന്നലെ ഒരു 12:30 1 മണി ആയിക്കണു ഉറങ്ങിയപ്പോൾ. നല്ല കൊരയാണ് കേട്ടോ. അപ്പം കരളായി ആസ്പത്രിയിൽ കൊണ്ടുപോകും. അപ്പം അവിടുന്ന് മരുന്ന് കൊടുക്കും, അത് കുടിച്ച് ഗുളികൻ്റെ ഇത് കഴിഞ്ഞുമ്പോഴത്തേന് കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെയും തുടങ്ങും. അപ്പം രക്തമൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞ് അലർജിയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കുറവില്ലാച്ചെങ്കിൽ ഇനി നിലമ്പൂരൊന്ന് കൊണ്ടുപോയി കാണിച്ചോളണ്ടി പറഞ്ഞിനി. അപ്പം ഞാൻ നിലമ്പൂർ കൊണ്ടുപോയി കാണിച്ചാന്ന് കരുതി. അപ്പം ഇനി 8 മണിക്ക് ഒരു ബസ് ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ 9 മണിക്കാണ്. അപ്പോൾ ചിലപ്പോൾ ആ 9 മണിൻ്റെ ബസ് ചിലപ്പോൾ ഉണ്ടാവില്ല കാരണം ഒക്കെ എലക്ഷൻ വർക്കിന് പോവുകയാണ് കാരണം കേട്ടോ, ആൾക്കാരൊക്കെ കൊണ്ട്. അപ്പോൾ അതുണ്ടാവില്ല, അന്ന് ബസ്സൊക്കെ കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നാൽ ഈ 8 മണിൻ്റെ ബസ്സിന് പോകാമെന്ന് കരുതിയിട്ട് വേഗം ചായയും കടിയാക്കുക, പിന്നെ ചോറും വെക്കുക എഴുതിച്ച്. പിന്നെ ചാറൊന്നും ഉണ്ടാക്കാനല്ല നേരമല്ല കേട്ടോ. അത് എഴുതിക്കാണ്ട് ഞാൻ വേഗം ചായയും കടിയാക്കി വെച്ച് ചോറും വെച്ചിക്കാണ്ട് വേഗം പോകണം. അപ്പോൾ പിന്നെ ഇന്ന് അകം മാത്രം അടിച്ചോരി മിറ്റം അടിച്ചോരി തുടച്ചിട്ടില്ല. പിന്നെ പാത്രം മൂറി വെക്കണം. പിന്നെ ഇനി കൂട്ടാനങ്ങളൊക്കെ വന്നിട്ട് ഉണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ ചാറൊക്കെ തൂമിച്ചു പാർന്നു കേട്ടോ. അപ്പോൾ അതിക്ക് ഞാൻ കുറച്ച് ഇറച്ചി മസാല ഇട്ട് കൊടുത്തിന് കേട്ടോ. ഇറച്ചി മസാല ഇട്ടാൽ അതേമാതിരി ഇറച്ചി മസാല ചിക്കൻ മസാലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനത്തെ ചാറ്റിനൊക്കെ വേറൊരു രസമാണ് കേട്ടോ. നമ്മൾ ഇറച്ചിക്കറിൻ്റെയും കോഴിക്കറിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പുട്ടും തൂക്കമൊക്കെ വാങ്ങി വെച്ചിട്ട് ഞാൻ വെള്ളം വെച്ചിക്കണം കേട്ടോ ചോറ്റിനില്ലേ. പിന്നെ ഞാൻ എന്താട്ടി മക്കളൊക്കെ ചായയൊക്കെ കുടിച്ച് പുതിയാപ്പിളക്കാക്കിയൊക്കെ ചായയൊക്കെ കുടിച്ചിക്കാണ്ട് പണിക്കും പോയി. മക്കൾ മദ്രസക്കും പോയിട്ട് അപ്പോൾ ഓല് കുടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടേനി, അത് പെട്ടെന്ന് മോറി വെച്ചിക്കാണ് കേട്ടോ. പിന്നെ ഞാനും വലിയോനും ചായ ഒന്നും കുടിച്ചിട്ടില്ല, ഞങ്ങൾ ചായ കുടിച്ചാന്ന് കരുതി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ഇതിമ കുറേ പുട്ടിൻ്റെ പൊടിയൊക്കെ ഉണ്ട് ചാടി കിടക്കണം, അതൊക്കെ ഒന്ന് വീതനയൊക്കെ ഒന്ന് വേഗം തുടച്ചെടുക്കാണ് കേട്ടോ. ഓരോ പണിയും പെട്ടെന്ന് അങ്ങനെ കഴിച്ചാലും ഇതാക്കാലോ. അപ്പോൾ തുടക്കാൻ നിൽക്കുമ്പോഴത്തേനൊക്കെ നേരം പോകും. അപ്പോൾ അതിന് ഇല്ലാതെ ബസ് പോയി കഴിഞ്ഞാൽ പറഞ്ഞല്ലോ പിന്നെ ബസ്സില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ വീതനയൊക്കെ തുടച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വെള്ളമൊക്കെ ചൂടായി കഴിഞ്ഞ് അത് ഞാൻ അരിയിട്ട് കൊടുത്തേക്കാണ് കേട്ടോ. ഞാൻ അതവിടെ കടന്ന് വന്നോളും. അപ്പോഴത്തേന് ഞാൻ വേഗം പോയി അകടിച്ചു വരിട്ടോ. അങ്ങനെ പിന്നെ തിരുമ്പാലതൊക്കെ ഞാൻ മെഷീനിൽ ഇട്ട് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ അതൊക്കെ പൊറുക്കി വെച്ചിരിക്കണം. അവിടെ നിന്നൊക്കെ വലിച്ചെറിഞ്ഞില്ല, അതൊക്കെ എടുത്ത് മക്കൾ അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിയല്ലോ. അതൊക്കെ പൊറുക്കി എടുത്ത് കണ്ട് ഒരു മൂലൊക്കെ വെച്ചിട്ട് മെഷീനിൽ കൊണ്ട് ഇട്ടുകണ്. കറക്കിയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ ഉണക്കൽ വെള്ളത്തിലിട്ട് കണ്ട് പോവുകയാണ് കേട്ടോ. പേപ്പർ ഇട്ടുകണ്, കാരണം ഉപ്പുണ്ടെങ്കിൽ പോയിക്കോട്ടെ എഴുതി കണ്ട് ഇനിയിപ്പോൾ അത് വന്നിട്ടേ പൊരിച്ചുള്ളൂ. അത് വരെ അതിന് ഉപ്പുണ്ടിച്ചെങ്കിൽ അതൊക്കെ പോയിക്കോളും. പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ചോറൊക്കെ വെന്തുകണ് കേട്ടോ. അപ്പോൾ ആ ചോറ് ഞാൻ ഊറ്റിയെടുക്കുകയാണ്. പിന്നെ ചായ കുടിച്ചിട്ടില്ല, അപ്പോൾ ചായ കുടിച്ചണം. അപ്പോൾ ഇതിന് ചോറ് ഊറ്റണമുണ്ട്, ചായ കുടിച്ചണമുണ്ട്, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതാക്കണേ നമ്മളെ പുട്ട് അതേമാതിരി കടലക്കറിയും. അപ്പോൾ പുട്ടും കടലയും സനൂട്ടം പറഞ്ഞ മാതിരി കുറേ ദിവസമായതുകൊണ്ട് നല്ല രസമുണ്ടായിന് കേട്ടോ. അങ്ങനെ പുട്ടും കടലയും തിന്നും. അപ്പോൾ ഇതിന് ഇതാക്കുന്ന സമയം 8 മണിക്ക് ആകാനായിട്ട് 5 മിനിറ്റും കൂടി ഉള്ളൂ. അപ്പോൾ ഇതിന് മാറ്റണം. പിന്നെ ഇതാക്കുന്ന ചോറൊക്കെ ഊറ്റി കഴിഞ്ഞ് മൂടി വെക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ചോറ് വെച്ച കുടിക്കൊന്നും ഞാൻ മോറുന്നില്ല കേട്ടോ. ഇനി എപ്പോൾ ബസ് അങ്ങോട്ട് പോയിക്കണം കേട്ടോ. ചായ കൂടി കഴിഞ്ഞപ്പോൾ ഇതിന് ബസ് അങ്ങോട്ട് പോയി. പിന്നെ ഞാൻ വീതന ഒന്ന് തുടച്ചിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ വീതന തുടച്ചിട്ട് പിന്നെ ഞാൻ മാറ്റിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ മാറ്റി ഞങ്ങൾ ഇറങ്ങി ബസ് അങ്ങോട്ട് പോയി. ഇപ്പോൾ വരും കേട്ടോ ബസ്. 8 മണിക്ക് അങ്ങോട്ട് പോയാൽ 8:10 ബസ് ഇങ്ങോട്ടും വരും. അപ്പോൾ ഇതാക്കണേ ബാഗൊക്കെ എടുത്തു ഇറങ്ങാണ് കേട്ടോ. അങ്ങനെ ഇതാക്കണേ നമ്മളെ പഠിക്കാൻ തന്നെ ബസ്സുണ്ട് കേട്ടോ. നമ്മളെ മരത്തുനിന്ന് തന്നെ ഉണ്ട്. പിന്നെ 2 ബസ്സാണുള്ളത്. ഒന്ന് രാവിലെ 6 മണിക്കും പിന്നെ ഉള്ളത് ഈ 8 മണിക്കാണ് കേട്ടോ. 8 മണിക്ക് അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പിന്നെ ഒരു 8:15 ഇങ്ങോട്ട് തിരിച്ചു വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ബസ്സിലൊക്കെ കയറി നമ്മളെ പണിക്കുന്ന കയറിയപ്പം തിരക്കൊന്നുമില്ല കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ബസ്സിലൊക്കെ നല്ല തിരക്കായി. അങ്ങനെ ഞങ്ങൾ ആസ്പത്രിയിൽ പോകാനുള്ള അവിടെ അങ്ങാടിയിലൊക്കെ ഇറങ്ങി ആസ്പത്രിക്ക് പോകണമെങ്കിൽ ഇങ്ങനെ 18-ാം പടിയൊക്കെ കയറി, അതൊരു ഇടവജ്ജാണ് കേട്ടോ. അല്ലെങ്കിൽ അല്ലാത്ത സ്ഥലത്ത് കൂടെ പോകുകയാണെന്ന് വെച്ചെങ്കിൽ ഒരു കയറ്റൊക്കെയാണ്. അപ്പോൾ എന്തെങ്കിലും ഇടവജ്ജ് കൂടെ പോയാൽ 18-ാം പടി കയറും വേണം. അങ്ങനെ കുന്നും മലയൊക്കെ കയറിയിട്ട് ആണ് കേട്ടോ നമ്മളെ ആസ്പത്രി. അപ്പോൾ ഇതാണ് നമ്മളെ ആശുപത്രി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെന്നപ്പം ഷീട്ട് എടുക്കണോടത്തൊന്നും തിരക്കൊന്നുമില്ല കേട്ടോ ഭാഗ്യത്തിന്. പിന്നെ അപ്പോൾ ഞാൻ ചെന്നപ്പോൾ നമ്മളെ ഇപ്പം ഉണ്ടായിന് കേട്ടോ അവിടെ ഇഞ്ചപ്പ. അപ്പോൾ യാദൃശികമായിട്ട് ഇപ്പാനെ കണ്ടപ്പം വല്ലാത്തൊരു സന്തോഷം കേട്ടോ. നമ്മൾ കരുതിയിട്ടുണ്ടാവില്ലല്ലോ ഉണ്ടാവുന്നൊന്നും. അപ്പോൾ അങ്ങനെ കണ്ടപ്പം ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഓന് കിട്ടിയ മരുന്നാണ് കേട്ടോ. അപ്പോൾ കുപ്പി ഞങ്ങൾ കൊടുന്നിട്ടില്ലേനി.
അപ്പോൾ കുപ്പിക്ക് 10 റുപ്യ കൊടുക്കണമല്ലോ. അപ്പോൾ ഓൻ പറഞ്ഞു എന്നാൽ അമ്മച്ചി നമുക്ക് ഒരു കുപ്പി വെള്ളം വാങ്ങാം, എന്നാൽ വെള്ളം കുടിച്ചും ചെഞ്ചാൽ കുപ്പിയിൽ മരുന്നും വാങ്ങാറുണ്ട്. അപ്പോൾ അങ്ങനെ കുപ്പിയിൽ വെള്ളം ഞങ്ങൾ കുടിച്ച് പിന്നെ ആ കുപ്പിയിൽ മരുന്ന് വാങ്ങി. അങ്ങനെ നിന്നപ്പോഴാണ് അവിടെ മലേറിയനെ പറ്റിയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഹെൽത്തിൻ്റെ ആൾക്കാരുണ്ട്, പിന്നെ ഡോക്ടർമാരാണ് കേട്ടോ ഇരിക്കണത്. അപ്പോൾ ഓല് ഇങ്ങനെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കുറച്ച് നേരം ഞങ്ങൾ അങ്ങനെ കേട്ട് നിന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ വന്നത് എന്തിനാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ വന്നത് പിന്നെ ടൈഫോയിഡ് ഉണ്ടല്ലോ, അങ്ങനത്തെ അതിന് സൂചി വെക്കാനാണ് കേട്ടോ. അപ്പോൾ ഇപ്പാക്ക് ഇങ്ങനെ ഈ കരിമ്പിൻ ജ്യൂസിൻ്റെ പണിയാണ്. അപ്പോൾ ഇങ്ങനെ ഈ ആൾക്കാരൊക്കെ കരിമ്പിൻ ജ്യൂസൊക്കെ കുടിച്ചാൽ വരുമ്പോൾ ഈ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ടൈഫോയിഡ് അങ്ങനത്തെ സുഖങ്ങളൊക്കെ പനിയൊക്കെ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർക്കും പകരുമല്ലോ. അപ്പോൾ അങ്ങനെ ഹെൽത്തിൻ്റെ ആൾക്കാർ വന്ന് പറഞ്ഞ് അതില്ലാതൊക്കെ സൂചി വെക്കണം, അതിനുള്ള സർട്ടിഫിക്കറ്റൊക്കെ ഇനി വേണം കാണിച്ചു തരണം എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പാനോട് കാരണം. അപ്പോൾ അതിനും വേണ്ടി ഇപ്പം വന്നതാണ്. അപ്പോൾ ഡോക്ടറൊക്കെ കാട്ടി സൂചിയൊക്കെ വെച്ച് അതിനുള്ള സർട്ടിഫിക്കറ്റൊക്കെ ഡോക്ടർ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. മരുന്നടിച്ചു നെല്ലിൻ്റെ ഒരു അടിച്ചിക്കണ നെല്ലിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാക്കി. പിന്നെ ഞങ്ങൾ ഈ ക്ലാസ്സൊക്കെ കുറച്ച് നേരം കേട്ട് നിന്നിട്ട്. അപ്പം നമ്മളിപ്പോൾ ചൂടൊക്കെ അല്ലേ, നല്ലോണം വെള്ളം കുടിച്ചാനും അതേമാതിരി കൊതുകുകളൊന്നും വരാതെക്കാനും നമ്മളെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിയതൊക്കെ മൂടി വെക്കാനും പിന്നെ അവിടെയും ഇവിടെയും ചട്ടിയിലും ഇതിലൊന്നും വെള്ളം കെട്ടിക്കാതെക്കാനും അങ്ങനത്തെ കൊതുകുകളൊക്കെ വരാതെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ അവിടുന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ പറഞ്ഞ് അതൊക്കെ കേട്ടാൽ പിന്നെ ഞങ്ങൾ പോരാണ് കേട്ടോ. അപ്പോൾ ഇപ്പം പറഞ്ഞെന്നാൽ ഓരോ ഗ്ലാസ് ചായ കുടിച്ചാന്ന് പറഞ്ഞ് അപ്പോൾ ഇപ്പാൻ്റെ വക ചായ കുടിച്ചാൻ വേണ്ടി ഞങ്ങൾ ചെറിയ ഹോട്ടലിൽ കയറി. പിന്നെ പിന്നെ ഞാനും ജിനും പാടെ, ഞാനും വലിയവനും ഞങ്ങൾക്ക് പഴംപൊരി മതിയായിരുന്നു, ഇപ്പാക്ക് ഉള്ളിവട മതിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഉള്ളിവടയും ഇപ്പോൾ ഉള്ളിവട എടുത്തു, ഞങ്ങൾ പഴംപൊരി എടുത്തു. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. ഇപ്പം പിന്നെ കുടിക്കും പോയി ഞങ്ങൾ ഇങ്ങോട്ടും പോന്നു കേട്ടോ. അപ്പം യാദൃശികമായിട്ട് ഇപ്പാനെ കണ്ടപ്പം വല്ലാത്തൊരു സന്തോഷം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പോന്നു കേട്ടോ. പോന്ന് നമ്മൾ പെരിയിലൊക്കെ എത്തിക്കണ്. അപ്പോൾ നമ്മൾ കുറച്ച് നാരങ്ങാവെള്ളം കലക്കണം കേട്ടോ. പെരും ചൂടും വെയിലിൻ്റെ ചൂടൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് നാരങ്ങാവെള്ളം കലക്കി. അപ്പം സനുട്ടൻ വന്നുകാണ്ട് ഒന്ന് കലക്കി തന്നതാണ് കേട്ടോ. ഞാൻ കലക്കന്മാറിനുകാണ്ട് അങ്ങനെ വെള്ളമൊക്കെ കലക്കി ഞങ്ങൾ ഓരോ ഗ്ലാസ് കുടിച്ചു കേട്ടോ. ചൂടത്തുനിന്ന് ഇങ്ങോട്ട് വന്നാൽ ഇങ്ങനത്തെ നാരങ്ങാവെള്ളമൊക്കെ കുടിച്ചാൽ പള്ളൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു സുഖമാണ്. ഐസും വെള്ളമൊക്കെ കുടിച്ചുമ്പോഴേ അത് ഐസും വെള്ളം കുടിച്ചുമ്പോൾ നല്ലോണം അങ്ങോട്ട് നല്ല തണുപ്പിൽ കുടിച്ചാനും പറ്റൂല. അപ്പോൾ ഞാൻ അങ്ങനെ കരുതിയത്താ റബ്ബേ ഇനി ചായക്ക് കടി അല്ല ചായക്കല്ല ചാറ് ചോറ്റക്ക് ചാറുണ്ടാക്കിയതെന്ന്. അപ്പോൾ ഉണക്കൽ വെള്ളത്തിലിട്ട് വെച്ചിരുന്നല്ല. ഇന്ന് കുറച്ച് സ്രാവ് മീൻ ഉണ്ടായിന് കേട്ടോ ഒന്ന്. അപ്പോൾ അതെടുത്ത് കാണ്ട് ചാറക്കാന്ന് കരുതി. പുളി നോക്കുമ്പോൾ പുളി കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ നമ്മളെ മൂച്ചിമ്മന്ന് പോയിട്ട് ഒരു മാങ്ങ അരച്ചിട്ടോ. മാങ്ങ മൂത്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ പറിച്ചാൻ വല്ലാത്തൊരു മടി കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇനി പുളി ഇല്ലാത്ത കാരണം കൊണ്ട് ഒരു ചാറും ഉണ്ടാക്കാനും ഇല്ലല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ ഞാനൊരു മാങ്ങ പറിച്ചാണ് പോയി നിൽക്കുകയാണ്. പിന്നെ അതും മാങ്ങയൊക്കെ ഇട്ടുകാണ്ട് ഉണക്കൽ മീൻ ചാറും വെച്ചു. പിന്നെ ഉണക്കൽ പൊരിച്ചും ചേച്ചാണ് കേട്ടോ. പിന്നെ ഞാനതൊന്ന് ചാറൊന്ന് തോമിച്ചെടുക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ പിന്നെ തുടച്ചു. പിന്നെ പാത്രങ്ങളൊക്കെ പിന്നെ ഉണ്ടാവുമല്ലോ മോറാൻ, അതൊക്കെ ഒന്ന് മോറി ഒക്കെ കഴിഞ്ഞു. പിന്നെ വീതനെ ഒക്കെ ഒന്ന് പിന്നെയും ഒന്ന് തുടച്ചെടുക്കാൻ കേട്ടോ. പിന്നെ പോയപ്പോൾ തുടച്ചിട്ടാലും പിന്നെ നമ്മളിവിടെ കൂട്ടാനൊക്കെ ഉണ്ടാക്കിയില്ലേ. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. പിന്നെ അതൊക്കെ തുടച്ച് പിന്നെ തുടക്കലും തിരുമ്പലും കുളിയും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് ചോറ് തിന്നാനായി. മാങ്ങട്ടെ ഉണക്കൽ മീൻ്റെ ചാറും പിന്നെ ഉണക്കൽ പൊരിച്ചതും ഒക്കെ കൂട്ടിയിട്ട് നമ്മൾ ചോറ് വേവിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിന്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരെയ്ക്ക് എല്ലാവരോടും അസ്സലാമു അലൈക്കും.